നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പൂക്കി മുഖ്യമന്ത്രി അല്ല. സാധാരണ നമ്മുടെ വി ഡി സതീശൻ അധികാരത്തിലേറിയപ്പോൾ തൊട്ട് വന്ന ഒരു പേരാണ് പൂക്കി. പക്ഷെ നമ്മുടെ വി ഡി സതീശൻ പൂക്കി മുഖ്യമന്ത്രി അല്ല, രാജ്യദ്രോഹിയായ പോക്കിരിയാണെന്നാണ് BJP മുൻ ദേശീയ വൈസ് പ്രസിഡന്റായ AP അബ്ദുള്ളക്കുട്ടി പറയുന്നത്. AP അബ്ദുള്ളക്കുട്ടിക്ക് എന്ത് യോഗ്യതയുണ്ട്? അല്ല, AP അബ്ദുള്ളക്കുട്ടി ആരാ ശരിക്കും പറഞ്ഞ? എന്തെങ്കിലും മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് അല്ലേ? അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? എന്തുകൊണ്ട് ഈ മുന്നായത്? എന്തുകൊണ്ടാണ് അബ്ദുള്ളക്കുട്ടി മുന്നായതിന് കാര്യം എന്താ? ഇപ്പൊ സ്ഥാനമൊന്നുമില്ല. എന്തുകൊണ്ട് സ്ഥാനം ഇല്ലാത്തത്? കയ്യിലിരിപ്പുണ്ട് പോയി. അത് തന്നെ. ഇമാതിരി വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പടർത്തുക എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. അങ്ങനെ തന്നെ പറയുന്നത് ശരി. വിദ്വേഷം പടർത്തുക. ഇപ്പൊ അങ്ങർക്ക് സൂഹിക്കാതെ പോയെന്ന് രാജ്യദ്രോഹിയാണ്. ഇവിടെ എന്ത് രാജ്യദ്രോഹപരമായ നടപടിയാണ് VD സതീശൻ എടുത്തത്? VD സതീശൻ എന്താണ് രാജ്യദ്രോഹപരമായ നടപടി സ്വീകരിച്ചത്? പിന്നെ വന്ദേ മാതരം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ആലപിക്കാതിരുന്നതാണോ ഏറ്റവും വലിയ രാജ്യദ്രോഹം? ആണോ? ഈ പറയുന്ന അബ്ദുള്ളക്കുട്ടി വിശ്വസിക്കുന്ന സംഘപരിവാരം ഉണ്ടല്ലോ, ഈ സംഘപരിവാരത്ത് ഉള്ള ഒരാൾ സവർക്കർ, VD സവർക്കർ, ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാരാൽ ആക്രമിക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് കാസർഗോഡുള്ള ഒരുത്തിന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയില്ലേ? ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർ വേട്ടയാടിയത് ആരെ? VD സവർക്കർ. കറക്റ്റ് ഉത്തരവായിരുന്നു അത്. അതാണ് കറക്റ്റ് ഉത്തരം. ചിത്രഗുപ്തൻ എന്നുള്ള പേരും പറഞ്ഞുകൊണ്ടൊരു പുസ്തകം എഴുതിയിട്ട് സ്വയമേവ വീർ സവർക്കർ എന്ന് വിശേഷിപ്പിച്ച ഒരാൾ VD സവർക്കറാണ്. അപ്പോൾ ചിത്രഗുപ്തൻ എന്നുള്ള തൂലിക നാമത്തിൽ എഴുതി, എന്നിട്ട് അതിനകത്താണ് സവർക്കറെ വീർ സവർക്കർ എന്ന് വിശേഷിപ്പിച്ചു. ഏറ്റവും അവസാനം പഠനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ആരാ പുസ്തകം എഴുതിയത്? അയാൾ തന്നെ. VD സവർക്കറുടെ പെന്നയുമായിരുന്നു ചിത്രഗുപ്തൻ. ഇതാണ് അവസ്ഥ. സ്വയമേവ വിശേഷിപ്പിക്കേണ്ടി വരും. ഇപ്പം ദേശീയ മുസ്ലിം എന്നുള്ള പേരിലാണല്ലോ ഇയാൾ അറിയപ്പെടുന്നത്. ദേശീയ മുസ്ലിമാണ് അബ്ദുള്ളക്കുട്ടി. കോൺഗ്രസിലായിരുന്നു, CPM വന്നു, ലീഗിൽ പോയി, അവിടുന്ന് ഇപ്പൊ ചാടിയതാ പിന്നെ തലയും കുത്തി പറഞ്ഞു. ലീഗിലായിരുന്നു ആദ്യം അബ്ദുള്ളക്കുട്ടി. ഇപ്പൊ എത്രാമത്തെ ചാട്ടമാണ് ചാടിയിരിക്കുന്ന ആലോചിച്ച് നോക്കും. എത്രാമത്തെ ചാട്ടമാണ് ഈ അബ്ദുള്ളക്കുട്ടി ചാടിയിരിക്കുന്നത്? എന്നിട്ട് ദേശീയ മുസ്ലിം പദവി. എന്നിട്ട് ഈ ദേശീയ മുസ്ലിമായി നിൽക്കുന്ന അബ്ദുള്ളക്കുട്ടിയെ കൊണ്ട് സംഘപരിവാരത്തിന് നയാ പൈസയുടെ ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? ഈ BJPക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും ഞെളിഞ്ഞിരിക്കാമായിരുന്നു കസേരയിൽ. ദേശീയ ഉപാധ്യക്ഷൻ എന്നും പറഞ്ഞിട്ട് ഞെളിഞ്ഞിരിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇമാതിരി തോന്നിയാസം കൊണ്ടാണെന്നേ ഇപ്പൊ തൽക്കാലം ഇതിനകത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു 5 വർഷം തികച്ച് നിൽക്കുന്നതിന് കാര്യം എന്താ? വേറെ എങ്ങോട്ടും ഇനി ചാടാനില്ല. മറ്റേ PC ജോർജിന്റെ കാര്യം പറഞ്ഞ പോലെ ഡെഡ് എൻഡായി. ഇനിയും വേറൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല. ഇനിയും വല്ല ആം ആദ്മി പാർട്ടിയിൽ, ഇവനെയൊക്കെ ആം ആദ്മി പാർട്ടിയിൽ എടുക്കത്തുമില്ല. ഇങ്ങനെയൊക്കെ ചാടിക്കയറി വരുന്നതിനൊക്കെ ആം ആദ്മി പാർട്ടി കൺസീവ് ചെയ്യാനിരിക്കുകയാണോ? എനിക്ക് തോന്നുന്നില്ല ആം ആദ്മി പാർട്ടി ഒന്നും ഇവരെ എടുക്കുമെന്ന്. അപ്പൊ ഗത്യന്തരമില്ലാതെ ഇനിയിപ്പം BJP നിന്ന് പിഴച്ച് പോവുക. അപ്പം BJPക്കാരെ സൂചിപ്പിക്കണം, തനിക്കെന്താ ഉപാധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ടു, തിരിച്ചു പിടിക്കണം ആ സ്ഥാനം. ഉപാധ്യക്ഷ സ്ഥാനം തിരിച്ചു പിടിച്ചേ പറ്റൂ. അതിനുവേണ്ടി കളിക്കുന്ന കളിയാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ VD സതീശനെ 10 പറയണം. എന്താ വന്ദേമാതരം ഇവിടെ ആലപിച്ചില്ല സ്വാതന്ത്ര്യ ദിനത്തിൽ? ഏത് കാലത്തുണ്ടായിരുന്നു ഇവിടെ സ്വാതന്ത്ര്യ ദിനത്തിനൊന്ന് വന്ദേമാതരം ആലപിക്കുന്നത്? ജനഗണമനയ്ക്ക് കൊടുക്കുന്ന വിശുദ്ധിയൊന്നും ആരും ഈ കാലത്ത് വന്ദേമാതരത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ള വസ്തുത തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്ദേമാതരം പാടാത്ത എല്ലാവരും അങ്ങ് രാജ്യദ്രോഹികളാകുമോ? അല്ലെങ്കിൽ ഇവന്മാർ പാകിസ്ഥാനോട് പടച്ചു വിടുക? ഈ പറഞ്ഞ രാജ്യദ്രോഹി പിന്നെ രാജ്യത്തിന് വേണ്ടി അല്ലാതെ ഇവിടെ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പോരാടണമെന്ന് പഠിപ്പിച്ചവരുടെ പിൻഗാമിയല്ലേ അബ്ദുള്ളക്കുട്ടി? ആ ആഭ്യന്തര ശത്രുക്കളുടെ കൂട്ടത്തിൽ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. വിചാരധാരയ്ക്കകത്ത് പിന്നെ എഴുതി വെച്ചതിനകത്ത് ആഭ്യന്തര ശത്രുക്കൾ ആരൊക്കെയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുള്ളക്കുട്ടി. അതറിയൂ? അബ്ദുള്ളക്കുട്ടി അതിൽപ്പെട്ട ഒരാളാ. പൗരത്വ നിയമം ഇവിടെ വരും, അതോടുകൂടി എന്റെ പണി തീരുമെന്നും പറഞ്ഞിട്ട് ചാടിക്കേറി പോയതാ. അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോകേണ്ടി വരും എന്നൊക്കെ പറയുന്ന ചിന്താഗതിയുടെ പുറത്ത് പോകുന്നവരാണ്. ഇവിടെ പിന്നെ ഏറ്റവും കൂടുതൽ മാപ്പപേക്ഷ എഴുതി കൊടുത്ത് പുറത്തേക്ക് വന്ന ഒരാളാ. സർക്കാർ പിന്നെ ഇവിടുത്തെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്തും ചെയ്യാം എന്ന് പറഞ്ഞ ആളാണ് VD സവർക്കർ. വീർ സവർക്കർ എന്ന് പറയാൻ തെറ്റാ, ആ പ്രയോഗം തെറ്റാ. കാര്യം പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കിയ, അല്ലാതെ ബ്രിട്ടീഷുകാർ കൊടുത്ത പട്ടമൊന്നുമല്ല, അല്ലെങ്കിൽ രാജ്യത്തുള്ള രാജ്യസ്നേഹികൾ കൊടുത്ത പട്ടമല്ല വീർ. സ്വയമേവ ഉണ്ടാക്കിയെടുത്തൊരു പട്ടമാണ്. അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് അംഗീകരിക്കുന്നത്? ഈ സംഘടനയെ എന്തിനാണ് അംഗീകരിക്കുന്നത്? വന്ദേമാതരം ഇവിടെ ദേശീയ ഗാനം നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന ആൾക്കാരാണ്. ജനഗണമന എന്ന് പറയുന്ന നാഷണൽ ആന്തം വേണ്ട, ഇന്ത്യയുടെ ദേശീയ പതാക വേണ്ട. ദേശീയ പതാക ഡൽഹിയിലിട്ട് കത്തിച്ചതാണ് BJP. RSS കത്തിച്ചത്. അതോടുകൂടിയാണ് RSS ബാൻ ചെയ്യുന്നത്. എത്ര കാലം ബാൻഡായിരുന്നു RSS എന്ന് പറയുന്ന സംഘടന? അപ്പം RSS ദേശീയ നമ്മുടെ ഇന്നത്തെ ത്രിവർണ്ണ പതാക ഉണ്ടല്ലോ,
ത്രിവർണ്ണ പതാകയിട്ട് കത്തിച്ചതാണ്. അവരുദ്ദേശിച്ച സനാതന ധർമ്മത്തിന്റെ പതാകയായിരുന്നു പിന്നെ BJP-ക്കാർ ഇവിടെ ചെങ്കോട്ടയിൽ ഉയർത്താനിരുന്നത്. ഏതാണെന്ന് മനസ്സിലായോ? കാവി എന്താ ട്രയാങ്കിൾ ഷേപ്പുള്ള കാവിക്കൊടി. ഇത് ഏതെങ്കിലും അന്തർദേശീയ തലത്തിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഇന്ത്യ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നു, അവിടെ കൊണ്ട് നീ കാവിക്കൊടി പൊക്കുന്നതിന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. അത്രയും വലിയ അപമാനം ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് ലഭിക്കാനുണ്ടോ? ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് അതിൽ വലിയൊരു അപമാനം ഉണ്ടോ? ഒളിമ്പിക്സിന്റെ വേദിയിൽ ഇന്ത്യൻ ദേശീയ പതാക എന്ന് പറഞ്ഞിട്ട് കാവിക്കൊടി പൊക്കിക്കഴിഞ്ഞാൽ അവസ്ഥയെ ആലോചിച്ച് നോക്ക്. ഇന്ന് നമ്മൾ പോകുന്ന പലയിടങ്ങളിലും ഇന്ന് അതിനൊരു ഭംഗിയുണ്ട്. നമ്മുടെ ദേശീയ പതാകയ്ക്ക് ഒരു ഭംഗിയുണ്ട്, അതിനൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് വേണ്ട, ഞങ്ങൾക്ക് അതിന് പകരം ഞങ്ങളുടെ സനാതന ധർമ്മത്തിന്റെ കൊടി മതിയെന്ന്. അതായിരുന്നെങ്കിലുള്ള അവസ്ഥയെ നമ്മൾ ഇന്ത്യക്കാരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. ഇതിനെ മുറുകെ പിടിക്കുന്ന കുറെ ഇവനെ പോലുള്ള കുറെ ആൾക്കാരുണ്ട്, ഈ പിന്നെ അബ്ദുള്ള കുട്ടിയെ പോലുള്ള കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതൊക്കെ സൂഹിക്കും. ഈ പിന്നെ നമ്മളിപ്പോൾ എയർപോർട്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ വലിയ ഇതുണ്ട്, നമ്മുടെ എന്താ ട്രൈക്കളർ ഉണ്ട്, നമ്മുടെ പതാക. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കാണും ഇതിങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ഇപ്പം നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ, നെടുമ്പാശ്ശേരിയിലുണ്ട്, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഇങ്ങനെ വലിയ കൊടി ഇങ്ങനെ പതാക പാറി പറക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്, ഒരു ചേല അറിയാതെ. പിന്നെ നമുക്കൊരു ഗൂസ് ബംബ് ഉണ്ടാവും നമ്മൾ അവിടെ ചെന്ന് നിന്ന് അത് കാണുമ്പോൾ തന്നെ. അതേസമയം ഇവന്മാരുടെ ഈ പിന്നെ ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള കോണാത്തുണി ആയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതായിരുന്നെങ്കിൽ അത് എന്തൊരു വൃത്തികേടായെന്ന് ആലോചിച്ച് നമുക്ക് ആർക്കെങ്കിലും ഈ ഗൂസ് ബംബ് ഉണ്ടാവും? എനിക്കുണ്ടാവില്ല. അത് കണ്ടു കഴിഞ്ഞാല് എനിക്ക് രോമാഞ്ചം കഞ്ചു പോകുന്നു അമ്മയുടെ കൂടി ഉണ്ടാകത്തൊന്നുമില്ല. അപ്പൊ അതായനെ. എന്നിട്ട് ഇപ്പം വന്ദേമാതരം ആലപിച്ച് പിന്നെ വന്ദേമാതരം ആലപിക്കുന്ന ഈ AICC ആസ്ഥാനത്ത് വന്ദേമാതരം ആലപിച്ചു. നമുക്ക് 2 ചരണം പാടാം, തെറ്റൊന്നുമില്ല. 2 പാടാം, അതിനകത്ത് വേറൊന്നും പറയുന്നുമില്ല. അതേസമയം അത് കഴിഞ്ഞ് പാടുമ്പോൾ എന്താണെന്നറിയോ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നമെല്ലാം ഇവിടുത്തെ ഹൈന്ദവ ദേവി സങ്കല്പങ്ങളിലേക്ക് പോവാ, മഹാകാളി, സരസ്വതി, ഇതിലേക്ക് പോവാ. ഇതെങ്ങനെയാണ് ദേശീയ മുസ്ലിം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇയാൾക്ക് മനസ്സിലാവുന്നത്? അല്ലെങ്കിൽ അത്രത്തോളം അർത്ഥവത്തായി ഹിന്ദു പുരാണങ്ങളെ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ മനസ്സിലാവും. അബ്ദുള്ള കുട്ടിക്ക് ഇതൊന്നും ഇല്ല. അബ്ദുള്ള കുട്ടിയെ സമയത്ത് ഇതൊന്നും ഇല്ല. ഹിന്ദു പുരാണങ്ങളെ കുറിച്ച് പോലും അറിവും ധാരണയൊന്നും ഇല്ല. കാളി എന്താന്ന് പോലും അറിയത്തില്ല. അപ്പൊ ഇത് പോട്ടെ, അതിന്റെ അർത്ഥം പോലും നമ്മുടെ പിന്നെ അബ്ദുള്ള കുട്ടിക്ക് അറിയത്തില്ല. അക്ഷരത്തെറ്റില്ലാതെ വന്ദേമാതരം പാടാനും അറിയത്തില്ല. എന്നിട്ടാണ് മുഖ്യമന്ത്രിയെ കളിയാക്കുന്നത്. മുഖ്യമന്ത്രി എടുത്ത നിലപാടാണ്, സംസ്ഥാനത്തിന്റെ നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. തൻ്റെ ഇടത്തോടു കൂടിയുള്ള നിലപാടാണ്. ഞാൻ ചൊല്ലില്ല, അത് ഞങ്ങളുടെ നിലപാടാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് ഇവിടുത്തെ സർക്കാർ. അത് മുഖ്യമന്ത്രിയുടെ ശക്തമായ നിലപാടെന്ന് തന്നെ പറയുന്നത്. നിലപാട് ആ വാക്ക് തന്നെ. നിലപാട് ഉള്ളവരെ കാണുമ്പോൾ ഈ നിലപാടില്ലാത്ത ഇമാതിരി ആൾക്കാരുണ്ടല്ലോ, അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന 3, 4, 5, 6 സ്ഥലത്ത് പോയി ഇനിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിൽ അംഗത്വം എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അബ്ദുള്ള കുട്ടിയെ പോലെ നിലപാടില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെ ലോകത്ത് VD സതീശൻ ചിലപ്പോൾ രാജ്യദ്രോഹിയായിരിക്കും. കാര്യം എൻ്റെ നിലപാട് ഇങ്ങനെയാണ്, ഞാൻ 10ഉം 12ഉം രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കും. ചാടി കളിക്കും, ഈ കുരങ്ങന്മാർ ചാടുന്ന പോലെ. ഒരിടത്ത് ഒരു മരത്തിൽ ഇരുന്ന് കുറെ നേരം കഴിയുമ്പോൾ ബോറടിക്കുമ്പോൾ അടുത്ത മരത്തിലേക്ക് ചാടും, അവിടുന്ന് അടുത്ത മരത്തിലേക്ക് ചാടും, അവിടെ എന്തോ കനകം പുഴുങ്ങി വെച്ചിട്ടുണ്ടെന്നുള്ള നിലയിൽ. ഈ ചാടുന്നവർക്ക് എന്ത് നിലപാട്? ഈ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർക്കൊന്നും ഒരു നിലപാടും ഇല്ല. എന്നിട്ടാണ് മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നത്. അത് മുഖ്യമന്ത്രി എടുത്ത നിലപാട് കേരള ജനതയുടെ നിലപാടാണെന്നേ. കേരളത്തിലുള്ള ഓരോ വ്യക്തിയുടെ നിലപാടാണത്. ഇവിടുത്തെ കേരളത്തിലുള്ള RSSകാർ പറയത്തില്ലല്ലോ നിങ്ങൾ ഇത് പാടണമെന്ന്, പറയത്തില്ല. കാര്യം അത് അവരുടെ നിലപാടാണ്. കേരളത്തിലെ പിന്നെ ജനങ്ങളുടെ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇത് ഞങ്ങൾക്ക് വന്ദേമാതരം പറ്റില്ല. അത് ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞ നട്ടല്ലുറപ്പുള്ള മുഖ്യമന്ത്രി തന്നെയാണ് ശരിക്കും VD സതീശൻ. അയാളെ പൂക്കിയെന്ന് വിളിക്കുമോ, പിന്നെ ഇവരെ സമയത്തോളം പോക്കിരിയായിരിക്കും. ഇച്ചിരി അഹങ്കാരം കാണിക്കുന്നതിലെല്ലാം പോക്കിരി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അത് ഇച്ചിരി അഹങ്കാരം തന്നെയാണെന്നും കൂട്ടിക്കോ. അത് കേരളക്കാരൻ്റെ അഹങ്കാരമാണ്. കേരളത്തിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷയാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ VD സതീശൻ അത് നിന്നിരുന്നെങ്കിൽ, അതായത് ഇവിടെ വന്ദേമാതരം ആലപിക്കാൻ വേണ്ടിയിട്ട് വന്ദേമാതരം സ്വാതന്ത്ര്യദിന ചടങ്ങിൽ ആലപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ VD സതീശൻ ഇന്ന് കിട്ടുന്ന പ്രസക്തി ഒരു കാരണവശാൽ കിട്ടത്തില്ലായിരുന്നു. അദ്ദേഹത്തിനെ ഇവിടുന്ന് പിന്നെ ഈ പറയുന്ന കോൺഗ്രസ്സുകാരടക്കം നിർത്തി പൊരിച്ചേനെ. AICC ആസ്ഥാനത്ത് നടത്തിയില്ലേ, മുഴുവൻ പാടിയില്ലേ, നിർത്തി പൊരിക്കുകയല്ലായിരുന്നു. ഇവിടുത്തെ കേരളത്തിലുള്ളവരൊരു പ്രതിഷേധം അറിയിച്ചില്ലേ? അതാ പറഞ്ഞത്, ഇവിടുത്തെ സംവിധാനം അങ്ങനെയാണ്. അതിൽ VD സതീശൻ എന്ന് പറയുന്നൊരു മുഖ്യമന്ത്രി അതിൽ 100ൽ 100 മാർക്ക് ഇപ്പം മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.